മുലയൂട്ടുന്ന അമ്മമാരെ കഴിക്കുന്ന ഭക്ഷണത്തില് ഒരു തരത്തിലുള്ള കോംപ്രമൈസും വരുത്തരുത്. അത് നിങ്ങളുടെ ആരോഗ്യത്തെയും കുഞ്ഞിന്റെ ആരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തില് വളരെയധികം ശ്രദ്ധിക്കണം. എന്ത് കഴിക്കരുത്, എന്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എന്നാല് പല അമ്മമാർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തില് ഒഴിവാക്കേണ്ട ചില പഴങ്ങളുണ്ട്. പ്രത്യേകിച്ചും മുലയൂട്ടുന്ന അമ്മമാര് ഇത് കഴിക്കുമ്പോൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം. കുഞ്ഞിനെ മുലയൂട്ടുക എന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അമ്മക്കും കുഞ്ഞിനും ഒരുപോലെയാണ് ഈ സമയം ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നത്. ശരിയായ രീതിയിൽ കുഞ്ഞിനെ ആരോഗ്യകരമായി മുലയൂട്ടുന്നത് വളരെയധികം ആരോഗ്യകരമായ മാറ്റങ്ങൾ നൽകുന്നു. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളും വിറ്റാമിനുകളും ലഭിക്കുന്നത് മുലയൂട്ടലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മുലപ്പാല് നൽകുന്ന അമ്മ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. അതിനായി ഒഴിവാക്കേണ്ട പഴങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സിട്രസ് പഴങ്ങൾ. പലപ്പോഴും സിട്രസ് പഴങ്ങൾ നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഓറഞ്ച് നാരങ്ങ, മധുര നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല. ആരോഗ്യം നൽകുന്നതാണെങ്കിലും അത് ചിലപ്പോൾ നിങ്ങളിലും കുഞ്ഞിലും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് കുഞ്ഞുങ്ങളിൽ ദഹന പ്രശ്നമോ വയറുവേദനയോ ഉണ്ടാക്കുന്നതിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പഴങ്ങൾ കഴിക്കുന്നതിന് മുൻപ് ആലോചിക്കണം. പൈനാപ്പിള് ആരോഗ്യ സംരക്ഷണത്തിൽ വളരെയധികം സഹായിക്കുന്നതാണ് പൈനാപ്പിള്. എന്നാൽ മുലയൂട്ടുന്ന അമ്മമാരെങ്കിൽ അവര് പൈനാപ്പിള് കഴിക്കുന്നതിൽ അല്പം ശ്രദ്ധിക്കണം. ഇത് കുഞ്ഞിന്റെ വയറിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു, ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് ഇത് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട പഴങ്ങളിൽ ഒന്നാണ് പൈനാപ്പിള്. അത് അമ്മക്കും കുഞ്ഞിനും വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു. സ്ട്രോബെറി. ആരോഗ്യ സംരക്ഷണത്തിനായി സ്ട്രോബെറി വളരെയധികം സഹായിക്കുന്നു. എന്നാൽ സ്ഥിരമായി ഇത് കഴിക്കുന്നത് മുലയൂട്ടുന്ന അമ്മമാരില് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് കുഞ്ഞിന്റെ വയറ്റില് അസിഡിറ്റി ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, ഇത് കുഞ്ഞുങ്ങളില് അവരുടെ സ്മാർട്ട്നെസ് കുറയ്ക്കുകയോ അലസതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇത്തരം അവസ്ഥകളിൽ പരിഹാരം കാണുന്നതിനു വേണ്ടി സ്ട്രോബെറി പൂർണ്ണമായും ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കും അസിഡിറ്റി ഉണ്ടാക്കുന്നതിൽ നിന്ന് പരിഹാരം കാണുന്നു.